കൈതപ്രം തൻ്റെ കയ്യിലെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ചേർത്ത് വെച്ചൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. നല്ല മുത്തിൻ്റെ ഭംഗിയുള്ള വാക്കുകൾ. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര സുന്ദരമായ വാക്കുകൾ മാത്രം ചേർത്ത് വെച്ച് ഒരു പാട്ട് എഴുതാൻ പറ്റുകയെന്ന്. മലയാളത്തിലെ വൺ ഓഫ് ദ അണ്ടർ റേറ്റഡ് സോങ് ആയിട്ട് ഞാൻ കരുതുന്ന പാട്ടാണ് താരനൂപുരം ചാർത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞ് വീണു. താരനൂപുരം, നക്ഷത്രം കൊണ്ടുള്ള കൊലുസ്. നക്ഷത്രം കൊണ്ടുള്ള കൊലുസാണ് ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് കൈതപ്രം രാത്രിയെ സങ്കല്പിക്കുക. അതും മൂകയാമം, മൗനമായ രാത്രി. അവിടെ മഞ്ഞ് വീഴുകയാണ്, ഇരുളിലേക്ക് ശ്യാമപരിഭവം പെയ്യുന്നു. മൗനരാഗമോടെ, മൗനമായ പ്രണയത്തോടെ ചന്ദ്രലേഖയിൽ നിൽക്കുന്നു. അപ്പോൾ എത്ര മനോഹരമായ രാത്രിയുടെ ഇമേജറിയാണ് കൈതപ്രം സങ്കല്പിക്കുന്നത് നമ്മൾ വിചാരിക്കണം. നിലാവുള്ള, നക്ഷത്രങ്ങളുള്ള, മഞ്ഞ് പെയ്യുന്നൊരു രാത്രി, നല്ലൊരു റൊമാൻറ്റിക് നൈറ്റ്. പിന്നെ ഇതിൽ താരനോപുരം എന്നൊക്കെ യേശുദാസ് ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിനേക്കാൾ ഭംഗിയായിട്ട്, ഇതിനേക്കാൾ ഇത്ര പെർഫെക്ഷനോടെ താരനോപുരം എന്നുള്ള വാക്കൊക്കെ ഉച്ചരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്നൊക്കെ വിചാരിക്കും. അത്രയും രസമാണ്. ചരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുടവയായി നിലാവുലഞ്ഞു ഋതുപരിണയം തുടങ്ങി. ഈ രാത്രി എന്നുള്ള പെൺകുട്ടിയുടെ പുടവ ഉലയാണ്, അത് നിലാവാണ് അവളുടെ പുടവ, അതിങ്ങനെ ഉലയുകയാണ്. പിന്നെ പൊന്നുനൂലരഞ്ഞാണ് കുളിരരുവിയിൽ കിലുങ്ങി. അവളുടെ അരഞ്ഞാണമെന്ന് പറഞ്ഞാൽ ഈ നിലാവ് വീണ് തിളങ്ങുന്ന അരുവിയാണ്, അതിൻ്റെ കളകള ശബ്ദമാണ് അവളുടെ അരഞ്ഞാണത്തിൻ്റെ ശബ്ദം. മായാതീരം ദൂരെ അണിഞ്ഞൊരുങ്ങി. വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരു മായികമായിട്ടൊരു ലോകം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി, ഒരു രാത്രി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പരിണയത്തിൻ്റെ, പ്രണയസംഗമത്തിന് വേണ്ടി അവൾ ഒരുങ്ങിയും വന്നു. അങ്ങനെയാണ്. വേറെ ലെവൽ പാട്ട്.